ഹായ് ഫ്രണ്ട്സ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നും വരുന്ന പോലെ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ വീക്കിൽ എൻ്റെ ഫാമിലിയെ ഒത്ത് ഒരു കൂർഗിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും കാര്യമൊക്കെ വെച്ച് ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അധികം വെറിപ്പിക്കൽസ് ഒന്നും ഇല്ലാതെ കുറച്ച് ടൈം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് ഒരു 3 ഡേയും 2 നൈറ്റും ആയിരുന്നു. അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ 1-2 പ്ലേസ് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 10 കിലോമീറ്ററൊക്കെ ഓഫ് റോഡ് പോകാനുള്ളതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. ആ സൈഡിലോട്ടൊക്കെ ജീപ്പൊക്കെ വിളിച്ചിട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ പോകാൻ ശ്രമിച്ചിട്ടില്ല. അത് നല്ല അടിപൊളി പ്ലേസാണ് കാണാനൊക്കെ കേട്ടോ. അതൊക്കെ എവിടെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത്. ഇനി അധികം നീട്ടുന്നില്ല. ഇനി അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 6 o'clock ആയപ്പോഴാണ് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ലോങ് ആണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററിന് മുകളിൽ ഉണ്ട് ഡിസ്റ്റൻസ്. ഒരു 5 മണിക്കൂറോളം യാത്ര ഉണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ പോയത് മഞ്ചേരി, മുക്കം, താമരശ്ശേരി, മാനന്തവാടി, കുട്ടവായി, വിരാജ്പേട്ടാണ്. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ വിരാജ്പേട്ടിൽ ക്ലബ് മഹീന്ദ്ര റിസോർട്ട് ആദ്യം തന്നെ ബുക്ക് ചെയ്തിരുന്നു. അതെല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്തിരുന്നത്. മോർണിംഗിൽ ഇറങ്ങിയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. വാഹനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ കഴിഞ്ഞു. അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളിലൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന റൂട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കാണാനൊക്കെ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കണ്ണിന് നല്ലൊരു സുഖം കിട്ടുന്ന ഏരിയയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 o'clock ഒക്കെ ആയപ്പോൾ അടിവാരത്തിൽ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിലൊക്കെ ഓരോ സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട് വയനാടൊക്കെ. പക്ഷെ നമ്മൾ അവിടെ ഒന്നും നിർത്തിയിട്ടില്ല. നമുക്ക് നേരിട്ട് കൂർഗിലേക്കാണ് പോകാനുള്ളതുകൊണ്ട് നേരിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് തിരിച്ചത്. പല ഭാഗത്തും ഇങ്ങനെ ഫോറസ്റ്റ് സഫാരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഓറഞ്ച് വിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചു. ഇത് കൊടക് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിൽക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് വാങ്ങിച്ചു നമ്മൾ ആ ടൈമിൽ. അതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് യാത്ര തുടർന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ വിരാജ്പേട്ട് ക്ലബ് മഹീന്ദ്ര നടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പം നമ്മൾ റൂട്ട് തെറ്റുന്ന പ്രോബ്ലം ഒന്നും അവിടെ വരുന്നില്ല. അവർ ഡയറക്റ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് പിന്നെ നല്ല സുഖമായിട്ട് നമുക്ക് പോകാനും കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ക്ലബ് മഹീന്ദ്രൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു 2 കിലോമീറ്ററും കൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കൊരു 1:30-1:45 കഴിഞ്ഞ്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ലഞ്ച് കഴിക്കാനും വേണ്ടി നിർത്തിയിരുന്നു. ലഞ്ചും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ക്ലബ് മഹീന്ദ്രയിൽ അതാ നമ്മൾ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലബ് മഹീന്ദ്രൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി. ഇവർ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ. പിന്നെ ഈ ഒരു ഏരിയയാണ് റിസപ്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് അധികം ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് അത് വാങ്ങിച്ച് അവർ നമ്മളെ അവരുടെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. റിസപ്ഷനിലെ റൂമിലോട്ട് ഒരു 200 മീറ്ററോളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുള്ളൂ. അങ്ങനെ റൂമിലേക്ക് എത്തി. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്. നമുക്ക് ഓവന്, ഫ്രിഡ്ജ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ TV കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു ജസ്റ്റ് പുറത്തിലോട്ടൊരു ബാൽക്കണി പോലെ ഒന്നുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം. അങ്ങനെ നന്നായിട്ട് നല്ലൊരു ആയിരുന്നു. കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇന്ന് ഫുൾ ഡേ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇതാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂള്. അധികം തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവർ കുറേ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ അവിടുന്ന് നമ്മളിങ്ങോട്ട് വേറെ സൈഡിലോട്ട് പോന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റിസപ്ഷനും പിന്നെ അതേപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ ഏരിയയാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത്
കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടെ എന്താ പറയുക, അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള പല സംഭവങ്ങളും കുറച്ചുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ കയറി കുറച്ച് നല്ല നല്ല ചോക്ലേറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് വാങ്ങിച്ചൊക്കെ ചെയ്ത്, പിന്നെ നല്ല കോഫി, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സംഭവങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ, പിന്നെ അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെ പല ഇതുണ്ട്. നമ്മൾ ചെസ്സ് വണ്ടിയിൽ പാമ്പ് കോണി, അങ്ങനെ പലതും. പിന്നെ കഴിഞ്ഞ് ഇവിടെ ഒരു ഡാൻസ്, അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യാൻ. പിന്നെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. ആ പോണ വഴിയിലാണ് ഒരു ജിമ്മിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ജിമ്മൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് വന്നിട്ട് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കഴിഞ്ഞ റൂമിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഡിന്നറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. ബൊഫയാണ് വരുന്നത്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല, സെപ്പറേറ്റ് ബില്ലിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം ഇവിടെയുള്ള പ്ലേസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മെയിനായിട്ട് 3 പ്ലേസാണ് നമ്മൾ പോകാനായിട്ട് കരുതിയിട്ടുള്ളത്. ഫസ്റ്റ് പോകുന്നത് ബൈലേകുപ്പയിലെ ബുദ്ധിസ്റ്റ് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ്. അത് അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ. ഏകദേശം ഒരു 60 കിലോമീറ്ററിന് മുകളിൽ വരും അങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ടൈം എടുക്കും നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക്. പിന്നെ പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ്. സൈഡിലൊക്കെ നല്ല കോഫി തോട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ അങ്ങനെ മുഷിപ്പും കാര്യങ്ങളൊന്നും വരില്ല, നല്ല രസമായിട്ട് തന്നെ പോകാൻ കഴിയും. ഇപ്പം ഏകദേശം അതിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇപ്പം മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലായാലും മൊണസ്ട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവരെ ഓരോ ഐറ്റംസുകളാണ് വരുന്നത് അതിലുള്ളതൊക്കെ, ഈ ടിബറ്റൻസിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ ഈ ഒരു ഏരിയക്ക് അതിൽ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഇതായി ഒരു ടെമ്പിളാണ്. ടെമ്പിൾ എന്നല്ല പറയാം, ഓരോ ഇതിന് പറയുന്നത് പക്കോട എന്നാണ്. ഇതെല്ലാം മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലുള്ളതാണ്. ഇതാ ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ അത് അതിൻ്റെ അടുത്തുള്ളതാണ്. ഇതിലേക്ക് കയറാൻ അങ്ങനെ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഈ ടെമ്പിളിലോട്ട് കയറുമ്പോൾ ചെരുപ്പ് നമ്മൾ പുറത്തിൽ ഊരി വെച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഗോൾഡൻ കളറിൽ കണ്ടില്ലേ ചെയ്തിട്ടുള്ളത്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊന്ന് കാണുമ്പോൾ അതിലേറെ ഒന്നും കൂടെ ഭംഗിയുണ്ട്.
മാനുകളൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്. എന്താ വെച്ചാൽ സ്കൂൾ കുട്ടികൾ വന്ന് പോയതുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാനുകളും ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ അടുത്തു നിന്ന് കാണാനായി. പിന്നെ നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോന്നു. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ ചുറ്റും നന്നായിട്ട് ചെറിയ മുളക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ലൊരു തൂക്കുപാലം. ഇനി ഷോപ്പിംഗ് ഒക്കെ നടത്തണം എന്നുള്ളവർക്ക് ഒരു ഷോപ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല കുട്ടികൾക്കൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ നല്ല ഏരിയയാണ്. നമ്മൾ പുറപ്പെട്ടു. ഇനി നമുക്ക് പോകാനുള്ളത് അബീസ് ഫാൾസിലേക്കാണ്. ഈ അബീസ് ഫാൾസ് പോണ വഴിയിൽ തന്നെയാണ് നമുക്ക് മാന്തൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോകാനുള്ളത്. പക്ഷെ മാന്തൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഓഫ് റോഡ് പോകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ജീപ്പൊക്കെ വിളിച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. മാന്തൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. കസിൻസൊക്കെ പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം അബി ഫാൾസിലെത്തി. അതിൻ്റെ മെയിൻ ഗേറ്റാണിത്. അത്യാവശ്യം ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുണ്ട് താഴേക്ക്. അങ്ങനെ ചെറിയ സ്റ്റെപ്പുകളായിട്ടുള്ളതാണ്. $200 മീറ്ററിന് മുകളിലായിട്ട് വരുന്നുണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ. ഫുൾ സ്റ്റെപ്പായിട്ടാണ്. കുറച്ച് നടന്ന് പിന്നെ കുറച്ച് സ്റ്റെപ്പ്, അങ്ങനെയാണ്. അധികം പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നടന്നെത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ഇനി കാണാൻ പോകുന്നതാണ് അബീസ് ഫാൾസ് എന്ന് പറയുന്നത്. അബീസ് ഫാൾസ് കാണാൻ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് റൂമിലോട്ട് തിരിച്ചു. റൂമിലേക്ക് എത്തിയപ്പോൾ നൈറ്റ് ആയിരുന്നു. അവരുടെ 23rd ആനിവേഴ്സറി ആയതുകൊണ്ട് റൂമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഇതേപോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കുറച്ചൊന്ന് നടക്കാൻ വേണ്ടിയിട്ട്. പല എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് മുഷിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങോട്ടേക്ക് തന്നെ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നു. മോർണിംഗിൽ 10 o'clock നമ്മൾ ചെക്കൗട്ട് ടൈം. മോർണിംഗിൽ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് ഇതേപോലെ തന്നെ ബൊഫെ പാർട്ടി തന്നെ. ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസുകൾ തന്നെ അതിൻ്റെ ഉള്ളതെല്ലാം. അത് കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലോട്ട് പോന്ന് പാക്ക് ചെയ്ത് നമ്മൾ ചെക്കൗട്ടിനായിട്ട് വന്നു. റിസപ്ഷൻ്റെ ഈ ഏരിയയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ കഴിയും. അതേപോലെ അവിടെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മളെ വണ്ടി റെഡിയായി നമ്മളവിടുന്ന് പുറപ്പെട്ടു. കൂർഗിലെ അല്ലെങ്കിൽ കൊടകിലെ പ്ലേസുകളൊക്കെ ഏകദേശം കണ്ടു. ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഏകദേശമൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 8 മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വീട്ടിലെത്തിയത്. എന്താ വെച്ചാൽ അധികം വൈകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അധികം എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലഞ്ചിനും ഒക്കെ ആയിട്ടിട്ട് നിർത്തി അങ്ങനെ സാവധാനത്തിലാണ് പോകുന്നത്. അങ്ങനെ കൂർഗിലോട്ടുള്ള ട്രിപ്പിൻ്റെ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്നും പറയുന്നത് പോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.